ഗുണ്ടയുടെ കൈ മുറിഞ്ഞേ. എത്ര ആയിരം പേരുടെ ചോര പുരണ്ട കത്തിയാന്നറിയോ ഇത്? ഇനി ഇത് ഇവിടെ ഇരുന്ന് ആപ്പിള് കണ്ടിക്കും. ബോംബ്, എത്ര എത്ര ആൾക്കാരുടെ തലകൾ ചിന്നിച്ചിതറച്ച ബോംബേ. നിന്നെ ഇനി എനിക്ക് ആവശ്യമില്ല. പിള്ളേർ കൊണ്ടുപോയി പടക്കം പിടിച്ച് കളിക്കട്ടെ. ഇന്നു മുതൽ സുഖുവിന്റെ ജീവിതത്തിൽ ഗുണ്ടാപ്പണി ഇല്ല. കാരണം എന്താ? സുഖു ഒരു കല്യാണം കഴിച്ചു. ഇനി ഞാനും എന്റെ ഓമനയും മാത്രം. അവളിപ്പൊ പാലുമായിട്ട് ഇങ്ങോട്ട് വരും. ഭയങ്കര നാണമായിരിക്കും അവക്ക്. എന്ന് നോക്കിക്കാ ഞാൻ. ഇന്ന് അവളെ ഇന്ന് നോക്കിക്കോ ഞാൻ. കൊച്ചു കള്ളി, നേരത്തെ ഇങ്ങ് വന്നല്ലേ? ഇങ്ങ് വന്നാണ് നീ. ഇന്ന് എന്നെ പ്രതിനെ അറസ്റ്റ് ചെയ്ത് ഹാജർ. എന്താടാ ഞാൻ തൊപ്പി വെച്ചപ്പോ നീ എന്ത് തുപ്പിക്കളഞ്ഞ? അതല്ല സാറേ, നമ്മളെന്നോട് മലന്ന് വിള്ളി താന്റെ ചുണ്ടിന്റെ പീസ് എന്റെ വയലേപ്പി. സാറെന്ത് ഇവിടെ? ഒരു ഗുണ്ട എന്റെ മുഖത്ത് നോക്കി. എടാ എത്ര വർഷമായടാ നീ കേരള പോലീസിനെ ഇങ്ങനെ പറ്റിച്ചിട്ട് നടക്കണ്? ഡാ ഒരു പിടികിട്ടാ പുള്ളിയായ നിന്നെ തിരക്കി ഞാൻ എവിടെ വന്നാലും നീ അവിടെയൊക്കെ ഡൂപ്പിനെ ഇട്ടിട്ട് രക്ഷപ്പെടും. നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഇന്ന് ഇവിടെ നീ ഡൂപ്പിനെ ഇടൂലല്ലേ. ജീപ്പിൽ കേറാ. അകത്തമുറി സുഖു. അതിന്റെ പുറത്ത് തിണ്ണെ ഒന്ന് കിടന്നാ നിനക്ക് സുഖം കിട്ടും. അതല്ല സാറിന് സ്ഥലം ഏതാന്നറിയോ? ഡീസന്റ് മുക്ക്. അതെങ്ങനെ മനസ്സിലായി സാറേ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നില്ലേ, അപ്പൊ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ രണ്ടുപേര് ഇന്ന് പച്ച തെറി. അത് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇത് ഡീസന്റ് മുക്ക്. സാറേ, ഓ ഇന്ന് 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 എന്റെ ആദ്യ രാത്രിയാണ്. ഞാനും അവളും മാത്രം ഈ കട്ടിലില്. നിന്റെ മാത്രം ആദ്യ രാത്രി എന്നെ പഠിച്ച അതിലിടല്ലേ സഹോദരാ. സാറ് നന്നായി ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അതിനേക്കാളും കഷ്ടമായിരിക്കും ഞാൻ ക്ലീൻ ബൗൾഡ് ആക്കി കഴിഞ്ഞാ. സാറേ, അപ്പൊ സാർ എന്നെ ഇവിടെ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ സാറേ, ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് ഞാൻ സാറിന്റെ കൂടെ വരാം. നടക്കില്ല നടക്കില്ല നടക്കില്ല. നടക്കൂലേ? നടക്കും, നടക്കുമല്ലോ. നടക്കണം. ഇതിവിടെ വെച്ചല്ലോ. നിനക്കിപ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കണം. അതെ, അത്രയല്ലേ ഉള്ളു. അതെ. എടാ മോനെ, നിനക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനോ? പിന്നെ കേരള പോലീസിന്റെ കാര്യം പറയാനായിട്ട് ഇനി താ സാറേ. കല്യാണമൊക്കെ അല്ലേ, ഒരു വള ഇരിക്കട്ടെ. ഓ എന്തൊരു പരിപാടി സാറേ കാണിക്കുന്ന? എന്താടാ തള്ളവളൊക്കെ തിന്നിട്ട് കേറാകത്ത്. ഓഹോ, ഞാനൊന്ന് വഴങ്ങി തന്നപ്പം നിങ്ങൾ എന്നെ അങ്ങ് പൂട്ടിയല്ലേ? പെട്ടല്ലോ നാദാ. ചിരിക്കാതെ ജീപ്പ് കേറാ, ജീപ്പ് കേറാ. എന്തിനാ കരയണ? എന്തിനാ കരയാതിടാ? എന്തിനാ കരയണ നീ? ഒരു ഗ്ലാസ് പാല് കുടിക്കുന്ന കാര്യമല്ലേ സാറേ ഞാൻ ചോദിച്ചത്. പാല് കുടിച്ചിട്ട് ഞാൻ വരാം. ജയിലിൽ പോയ എപ്പോഴും സാറേ ഞാൻ വെളിയിറങ്ങുന്ന. ഞാൻ ഒരു മനുഷ്യനായി പോയില്ലേ? ഡിപ്പാർട്ട്മെന്റ് അറിയല്ലേ? ഒരു 15 മിനിറ്റ് സമയം ഞാൻ തരാം. അതും മതി. ഒന്നുമില്ലെങ്കിൽ നിന്റെ വിധു പ്രതാപല്ലേ ഇന്ന്? വിധു പ്രതാപ? മറ്റേ സോനാരെ, ശ്രീവിദ്യ, ഡയാന, മറ്റേ കല്യാണം കഴിയുമ്പോൾ മറ്റേ സംഭവം എന്തരടാ? കിട്ടി, മധുവിധു. ആ പറഞ്ഞ ഇതും അതും ഇവിടെ നടക്കണമെങ്കിലേ സാർ ഇവിടെ നിന്നാ പറ്റുമോ? സാറൊന്നും ഇറങ്ങി വെളിയിലോട്ടില്ലേ? മൈ മിസ്റ്റേക്ക്. അതൊരിക്കലും പറ്റൂല. ഞാൻ ഈ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയാ നീ ഈ റൂമിൽ സ്ക്രിപ്റ്റ് തിരുത്തും. സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ തിരുത്തത്തില്ല. കൈ നിട്ട് കളിച്ചോട്ടാ. കാലില് വല്ലം കിട്ടണോ? കൈ നിട്ട് കളിക്കുന്നു സാറേ. ഓ, ആ മുല്ലപ്പൂന്ന് എടുത്ത് കൈ ചുറ്റി തരൂ. എടാ ഇത്രയും പെട്ടു നിന്നാലും മുല്ലപ്പൂ അതായിട്ട് കുറയ്ക്കണം. തീനി ഓരോ ആചാരങ്ങളാവുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ മുല്ലപ്പൂ ചെറ്റും, അങ്ങ് ചെന്നിട്ട് ഞാൻ ഒലക്കയ്ക്ക് ഉരുട്ടും കേട്ടാ. ഇപ്പൊ ഒരു കാര്യം, ഒരു പോലീസുകാരൻ വെളിയിലുണ്ട്. 15 മിനിറ്റേ ഉള്ളു. അര ഗ്ലാസ് പാല് കുടിക്കുക, തിരിച്ചു വരിക. ശരി, ഓക്കെ ഓക്കെ. ചേട്ടാ, ഓ ഓമനേ, സാറേ ഒരു 15 മിനിറ്റ് എന്നുള്ള 20 മിനിറ്റ് ആക്കോ? അതെന്തിനാ ചേട്ടാ? നമ്മൾ ആദ്യ രാത്രി അല്ലേ? നീ
എന്താ എന്നിട്ട് എന്റെ മുഖത്ത് നോക്കാത്തെ? എനിക്ക് നാണവാ ചേട്ടാ. എന്തിനാ പൊന്നെ നാണിക്കുന്നേ? അന്യ പുരുഷന്മാരുടെ മുഖത്ത് നോക്കുമ്പോ എനിക്കങ്ങ് നാണം വരും ചേട്ടാ. ഓ 5 മിനിറ്റ് കഴിയാറായി കേട്ടാ. ആരാ ചേട്ടാ അവിടെ? അതൊരു പോലീസാ. പോലീസാ? ഓ. ഒന്നെണ്ണ ഓടി തള്ളിക്കോ റൈഡ്. വാമനെ! നീ ഇങ്ങ് വന്നാണ്. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അന്യ പുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ എനിക്കങ്ങ് നാണവാന്ന്. അങ്ങനെ വേണം കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളരായ. അങ്ങനെ ചേട്ടാ എന്നെ അച്ഛനും അമ്മയും വളർത്തിയേ. കുടുംബ പാരമ്പര്യമാണല്ലേ? ആന്ന് ചേട്ടാ. നമ്മുടെ വീട്ടിൽ എന്തിനാ ചേട്ടാ പോലീസ് വന്നേ? നിനക്കറിഞ്ഞൂടെ നീ ഒരു ഗുണ്ടയുടെ ഭാര്യയാണ്. അപ്പൊ പോലീസൊക്കെ വരും. ഇങ്ങനെ പേടിക്കരുത്. പേടിക്കും വിഷമിക്കും ഒന്നും ചെയ്യരുത് കേട്ടാ. ഓമനെ, 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 നിന്റെ പേര് വിളിക്കുമ്പോ ഒരു വാത്തക്കോഴിയാണെന്ന് വിളിയാക്കുന്നടി. ചേട്ടാ അത് വാത്തക്കോഴി വിളി കേൾക്കണതല്ല. പിന്നെ? ചേട്ടൻ എന്നെ ഓമനെ ഓമനേന്ന് വിളിച്ചപ്പോ ഞാൻ ഓ എന്ന് വിളി കേട്ടതാ. ഓ പാവം തന്നെ മോള്. ഓമനെ, ഓ ചേട്ടൻ എന്നെ ഇങ്ങനെ ഓമനെ ഓമനെ എന്ന് വിളിക്കല്ലേ ചേട്ടാ. അതെന്താ? അതിനിടയ്ക്കുള്ള മാ എടുത്ത് മാറ്റിയിട്ട് ചേട്ടൻ എന്നെ ഓനേന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. എന്റെ ഓനെ. ഓ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. ഇപ്പൊ ഒരു ചുമന്ന പരവതാനി കിട്ടിയാണ്ടല്ലേ, ഞാൻ നിന്നെ എടുത്ത് അതിനകത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ പറന്ന് 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 പറന്ന്. സുഖുവേ, ഓ നിന്റെ പരവതാനിയിൽ ഉള്ളോള സ്ഥലം തരുവോടാ? എന്തിനാ സാറേ? നമുക്ക് രണ്ടുപേർക്കും കൂടെ സ്റ്റേഷന്റെ അവിടെ ഇറങ്ങാൻ വാടാ. സാറേ, ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ മകളെ സാറൊന്ന് അനുഗ്രഹിക്കണം. അത് നടക്കൂല. അതെന്താ? എന്റെ മോളെ ഞാൻ ഒരു ഗുണ്ടയെ കൊണ്ട് കെട്ടിക്കൂല. അയ്യോ സാർ എന്റെ ഈ ചേട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയാ ഈ ഒറ്റ ചുമര് ഓമനെ ഒരു അനാഥയായി പോവില്ലേ? ഓമന ഒറ്റ ചുമര് ഓമന. ഒറ്റ ചവരില്ല, അര ചുമര്. അത് മതി. നിങ്ങളുടെ സ്ഥലം എവിടെ? നിയമം വഴി പോട്ട് സാറേ. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് ചോദിച്ചാലേ നീ എന്നോട് സ്ഥലം പറയോളാ? അതല്ല സാറേ, തിരുവനന്തപുരം നിയമം വഴി പോകുമ്പോഴാ സാറേ എന്റെ വീട്. എന്നിട്ട് നിനക്ക് നിയമത്തിനൊന്നും പേടിയില്ലേ? ഓ അതല്ല സാറേ, ഈ ചേട്ടൻ ഇങ്ങനെ പരിക്കനും ഗുണ്ടയൊക്കെ ആണെങ്കിലും ഒരു ലോല ഹൃദയനാ സാറേ. സ്നേഹം കൂടുമ്പോ ഈ ചേട്ടൻ എന്നോട് എന്തൊക്കെയാ പറയുന്നറിയാവോ? എടി ഓമനെ സുന്ദരി, നിന്നെ കണ്ട അപ്സരസിനെ പോലിരിക്കുകയാണ്. വെള്ള പേപ്പർ പേനെടുത്ത് പുതിയ പരാതിവനെ കുറിച്ച് എഴുത്. എന്തിനു പരാതി സാറേ? ഒരു പെൺകൊച്ചിന്റെ മുഖത്തോക്കി ഇല്ലാത്ത കഥകൾ അവൻ പറഞ്ഞു തരുന്ന ഞാൻ അവനെ പിടിച്ച് ഫ്രഞ്ചൈസ് അടിക്കുവോ? അന്നേരം ഇതൊക്കെ ഇല്ലാത്ത കഥകളാണോ സാറേ? അയ്യോ ഉള്ള കഥകളാണ് സാറേ. മാറിക്കടി അങ്ങോട്ട്. നീ ജീപ്പിൽ കയറാ. സാറേ പാല് കുടിച്ചില്ല സാറേ. ഇതുവരെ കുടിച്ചില്ലേ? ഇല്ല. പാലെടുക്കടി, കൊടുക്കടി, കുടിയടാ. ഭയങ്കര ചൂട് സാറേ. അതെല്ലാരും സ്റ്റേഷനിൽ പറയുന്നു ഞാൻ അല്പം ചൂടാണെന്ന്. അതല്ല, പാലിന് ഭയങ്കര ചൂട് സാറേ. ഞാൻ ഊതി ഊതി കുടിച്ചോട്ടാ. എങ്കിൽ വാടാ, സ്റ്റേഷനിൽ പോയിട്ട് കുടിക്കാം. എങ്ങോട്ട് വാടാ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. സാറേ, ഈ പാൽ ഗ്ലാസ് ഇവിടെ പൊട്ടിച്ച് എന്റെ ചേട്ടന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ സാറിന്? പറ. അങ്ങനെ ഞങ്ങളുടെ ആദ്യരാത്രി ഇല്ലാതാക്കാൻ പറ്റുമോ സാറിന്? പറ. അങ്ങനെ ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ പറ്റുമോ സാറിന്? പറ. അതെ, അതിവിടെ പറ മാത്രം മതി. കേറാ. മതി, പാല് കുടിച്ചത് എല്ലാം മതി. കയറി കയറി, ജീപ്പിൽ കയറി. സമയമില്ല. സാറ് തട്ടിക്കളഞ്ഞ ഈ പാലിന് പകരം എനിക്കിവിടെ പാല് കിട്ടാൻ ഞാൻ സാറിന്റെ കൂടെ വരത്തില്ല. അത് നടക്കൂല, നടക്കൂല, നടക്കൂല. നടക്കൂലേ സാറേ? ഇവിടെ വെയ്. എങ്ങനെ സാറേ? ഞാൻ വാലെടുക്കണോ സാറ് പാലെടുക്കൂ? പശു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാടാ, ഞാൻ കറന്നോണ്ട് തരാടാ. അതുകൊണ്ട് അവിടെ എന്റെ അപ്പച്ചിയുടെ വീടാണ്. 3 പശു ഉണ്ട്. ചെല്ലിയ ഏത് പശു നോക്കിയെടുത്ത് കറന്നിട്ട് വരിക. സുഖോ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനായിട്ടുള്ള ഞാൻ ഇതിലിറങ്ങി നടക്കുമ്പം നാട്ടുകാർ പറയും ദോ പോണേ മമ്മൂട്ടി, ദോ പോണ് മമ്മൂട്ടി എന്ന്. അത് ദോപ്പോണ് മമ്മൂട്ടി എന്നല്ല, ദോപ്പോണ് നഖംപട്ടി എന്നാണ്. പാലിറങ്ങണ കല എവിടെ ഇരിക്കുന്നു? പൂണ്ടാ കട്ടിലെ സൈഡിൽ ഇരിക്കുന്നു. എന്നാ കുരു കെട്ടിയെടുക്കാൻ. ഓമനെ ഇവിടെ സമ്മതിക്കൂല. ഓമനെ നീ വാ, പാല് കറന്നോണ്ട് വരെ എന്തായാലും സമയം എടുക്കും. നീ ഇവിടെ ഇരി. ചേട്ടാ, ഓ ചേട്ടാ, എന്താ? സമയം വല്ലാണ്ട് അതിക്രമിച്ചു.
സമയം വരെ അതിക്രമം കാണിച്ചു തുടങ്ങി. എനിക്കതൊന്നുമല്ല. 15 മിനിറ്റും കൂടെ കഴിയുമ്പോ എന്റെ ചേട്ടനെ ആ പോലീസുകാരെ കൊണ്ടുപോകാന്ന് ഓർക്കുമ്പോ എനിക്കങ്ങ് വിഷമം വരുവാ. സഹിക്കണില്ലേ? സൈക്കിൾ ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം. സഹിക്കണില്ലേ? നല്ല ചേട്ടാ, എനിക്ക് സഹിക്കണില്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞതാ. ഓമനെ ഓ, എന്തായാലും പോയല്ലേ പറ്റൂ. നാളെ ആകാശത്തൊരു ചെറിയ നത്തക്കയായി ഞാൻ വരും. നത്തക്കേ? അല്ല, നക്ഷത്രമായി ഞാൻ വരും. അപ്പൊ നീ നമ്മുടെ കുട്ടികളോട് പറയണം. അതിന് നമുക്ക് കുട്ടികളായിട്ടില്ലല്ലോ ചേട്ടാ. 15 മിനിറ്റ് സമയം സാർ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നീ നമ്മുടെ കുട്ടികളോട് പറയണം, നിങ്ങളുടെ അച്ഛനാണ് മക്കളെ ആ നിൽക്കുന്ന പഴം പഴോ പാല് കുടിച്ചിട്ട് പോവാ. എന്നോട് വാടാ. സാറേ, ഈ പച്ചപ്പാല് കുടിക്കാൻ ഞാൻ എന്തൊരു കന്നുകുട്ടിയാ? പച്ചപ്പാലൊന്നും എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. പഴുത്ത പഴം തിന്നു. അവന്റെ ഒരു പണം മാറിയത് മനുഷ്യ ഇങ്ങോട്ട്. കൊറേ നേരം കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കിടന്ന് കിളുത്തിട്ട് കളിക്കുന്നു. ചേട്ടറിയാമോ, പോത്തങ്കോട് ചന്തയില് വെട്ടാവുന്ന പോത്തിനെ ഒറ്റയ്ക്ക് വേദവും നിർത്തിയവളാണ് ഈ ഒറ്റച്ചവരി ഓമന. അങ്ങനെയുള്ള എന്റെ ഭർത്താവിനെ ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഈ ഓമന എന്തിനാണ് നിന്ന് ആട്ടണത്? ഒന്നേ പറഞ്ഞോള്. ഒന്നേ പറയണുള്ളേ. രണ്ട് ഞാൻ പറഞ്ഞാ മതിയാ സാറേ? അത് വിശ്വാസവഞ്ചന. നിന്റെ എല്ലാ പരിപാടിയും മതി. കേറ്. ഈ ആദ്യരാത്രി മൊത്തം കൊളവാക്കിയിട്ടും എന്റെ ഭർത്താവിനെ അപ്പൊ സാർ ഇവിടുന്ന് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലേ? സുഖവേ, ഓ ഇതൊരു സുഖമില്ലാത്ത പരിപാടിയായി പോയടാ. ഓമനെ, നീ എന്തൊരു കാണിച്ചത്? ചേട്ടാ, ഈ പോലീസുകാർ നമുക്ക് എത്ര മിനിറ്റാണ് ആദ്യരാത്രി ആഘോഷിക്കാൻ തന്നത്? വെറും 15 മിനിറ്റ്. 5 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ ചേട്ടാ. ഇനിയുണ്ട് 10 മിനിറ്റ് നമുക്ക് ആദ്യരാത്രി ആഘോഷിക്കാൻ. എടി ഓമനെ. വെറും ഓമന അല്ല സാറേ, ഒറ്റച്ചൊമരി ഓമന. ചേച്ചി അഞ്ജന, ഓ, 1 വുമൺ ഷോ ആയിരുന്നു ഇത്. സൂപ്പർ. അഞ്ജന ഫയർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അസാധ്യം. അഞ്ജന ഓൾറെഡി നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ബട്ട് സൂപ്പർലി കൈകാര്യം ചെയ്ത് നമുക്ക് നേരിട്ട് ബാറ്ററി പോവാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 20,000 rupees ആണ് നേടിയിരിക്കുന്നത്. അപ്പൊ ശ്വേത ചേച്ചി ആ 20,000 rupees ഒന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. 20,000 രൂപ ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത തവണ കുറച്ചും കൂടെ കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് തിരിച്ചു വരിക. ചിരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ.